ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിക്ടബേറിനെ കുറിച്ചാണ്. വിക്ടബേറിൻ്റെ ആത്മീയ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ആ വിശുദ്ധിയിൽ വളരുവാനും ദൈവീക കൃപകൾ സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ ജനത്തെ പഠിപ്പിച്ചത് സ്വന്തം ജീവിത അനുഭവത്തിൽ കൂടി അനുഭവിച്ച ഈശോയാണ്. അദ്ദേഹം ബുദ്ധിപരമായിട്ടുള്ള വായനകളോ ഒന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം നടത്തിയത് ഒരു കാര്യം മാത്രമാണ്. ആ ക്രൂശിതനായ ഈശോയെ മാത്രം നോക്കിയാണ് തൻ്റെ ജനത്തെ അദ്ദേഹം നയിച്ചത്. അതാണ് എപ്പോഴും ബ്രദർ പറയുന്നൊരു വചനമുണ്ട്, 1 കൊരിന്ത്യർ 2:2 നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തിയോളജി മുഴുവൻ, ദൈവിക വെളിപ്പെടുത്തലുകൾ മുഴുവൻ ആ ക്രൂശിതനെ നോക്കിക്കൊണ്ട് മാത്രമായിരുന്നു. ആ ക്രൂശിതനെ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 8:19 എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ആ ഈശോയെ നമ്മൾ ദർശിക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോട് നമ്മൾ ചേരുകയാണ്. ആ ക്രൂശിതനെ മാത്രം നോക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ അനേകം സ്റ്റേജുകളിലൂടെ ഒക്കെ ദൈവം കടത്തിക്കൊണ്ടുപോയി. സ്വന്തമായിട്ട് ദൈവം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. ബ്രദർ പറയും, വിശുദ്ധി പാലിക്കും തോറും നമ്മളിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കും. ഓരോ പാപങ്ങളും നമ്മൾ എടുത്തു മാറ്റുമ്പോൾ ദൈവസ്നേഹം നമ്മളെ വലയം ചെയ്യുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:18 പറയുന്നുണ്ട്, അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. ഈശോ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഈശോയിലേക്ക് വരികയാണ്, ഈശോയെ ആശ്രയിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോയെ ആശ്രയിക്കുന്നവർ, ഈശോയെ സ്വന്തമാക്കിയവർ അനേകം ജനതകളെ ആ ഈശോയിലേക്കാണ് അടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 14:6 ഈശോ പറയുന്നുണ്ട്. കാരണം ഈശോയിലൂടെ മാത്രമാണ് ജീവൻ. ആ ക്രൂശിതനെ ദർശിച്ചാൽ നമ്മൾ പിന്നെ മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകുകയില്ല. വിക്ടബേറിൻ്റെ ശുശ്രൂഷയിൽ ബ്രദർ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. കാരണം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്, ലോകത്തിലേക്കുള്ള പിടിവലി വളരെ ശക്തമാണ്. പീഡനങ്ങളിലും സഹനങ്ങളിലും ഒറ്റപ്പെടുത്തലുകളിലും ക്രിസ്തുവിൻ്റെ പാതയെ അനുകരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലൂടെ അദ്ദേഹം എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും, എൻ്റെ പിന്നിൽ ലോകമാണ് എൻ്റെ മുൻപിൽ ക്രൂശതും, തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. പിന്നെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ നീങ്ങിടും, തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഇങ്ങനെ ബ്രദർ ഈ പാട്ട് എപ്പോഴും പാടുമായിരുന്നു. എന്തിനു വേണ്ടി? തൻ്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്താണ് പാടുക. ഇംഗ്ലീഷിൽ ബ്രദർ പാടും, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. എന്നിട്ട് പറയും, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം 9:62 കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ഈശോയെ നമ്മൾ അടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. അത് കാരണം ഈ പാട്ടുകളൊക്കെ അദ്ദേഹത്തെ ഒത്തിരിയേറെ ശക്തിപ്പെടുത്തിയതാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ബ്രദറിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ 18 മാസങ്ങളിൽ ബ്രദർ ഈശോയോട് കൂടിയിരുന്നു. ഈശോയെ സ്വന്തമാക്കി ആ സമയത്തിരുന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയൊക്കെ കടന്നുപോയി. അപ്പം ബ്രദറിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയൊരു കാര്യമാണ്,
രാത്രി യാമങ്ങളിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രഹസ്യം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമയം കൂടുതലും രാത്രിയിൽ 2 മുതൽ 3 വരെയുള്ള സമയങ്ങളിലായിരുന്നു. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപകൾ നമ്മളിലേക്ക് വരിക. കാരണം ഏറ്റവും നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്തുള്ള നമ്മുടെ ത്യാഗ മനോഭാവം ബ്രദർ പറയും, നമുക്ക് എളിമയുണ്ടെങ്കിൽ മാത്രമേ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 119 അധ്യായം 62 തിരുവചനത്തിൽ പറയുന്നുണ്ട്, അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കുവാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. ഈ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സങ്കീർത്തനം 119 148 തിരുവചനത്തിനും പറയുന്നുണ്ട്, അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കുവാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഈ സങ്കീർത്തനം 119 മുഴുവൻ ദൈവത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ്. അതിൽ പറയാണ്, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രധാന ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ രാത്രിയുടെ യാമങ്ങളുടെ പ്രത്യേകത, തിന്മയുടെ സകല ശക്തികളും പ്രവർത്തിക്കുന്ന രാത്രിയിലാണ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ പിശാച് പല തരത്തിൽ ബ്രദറിനെ അസ്വസ്ഥപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈശോയുമായിട്ടൊരു വ്യക്തി അടുക്കും തോറും ഏറ്റവും അസ്വസ്ഥനാകുന്ന ഒരു വ്യക്തി സത്താനാണ്. കാരണം അവൻ്റെ കുടില തന്ത്രങ്ങൾ മനസ്സിലാക്കുവാനും ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരുവാനും ദൈവം ഓരോ വ്യക്തിയെ ഒരുക്കുമ്പോൾ അവൻ അസ്വസ്ഥനാകുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒത്തിരിയേറെ ശബ്ദങ്ങൾ ബ്രദർക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഈ സമയത്ത് ആദ്യമേ ബ്രദർ ഭയപ്പെട്ടു. എങ്കിലും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ആ ഭയത്തെ ബന്ധിക്കുവാനും അതിലൂടെ ബന്ധന പ്രാർത്ഥനയുടെ കൃപ ദൈവം കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോരോ അനുഭവത്തിലൂടെ ദൈവം ബ്രദറിനെ പഠിപ്പിച്ചു എന്താണ് ഈശോയുടെ രാജ്യമെന്ന്. പിശാചിൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ചും യെശയ്യാ 45:3 അവൻ്റെ രഹസ്യ നിധി ധനശേഖരണത്തെക്കുറിച്ചും അവന് അനേകം തന്ത്രങ്ങളുണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ദൈവം കൊടുത്ത വചനം ഇതാണ്. ഭാഷ്യൻ്റെ പുസ്തകം 4 അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനത്തിൽ, ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറപ്പിക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇതിൽ ജ്ഞാനത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് പറയുകയാണ്. ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ ചെയ്യും, അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അപ്പോൾ ഈ ഒരു ക്ലിഷ്ടമാർഗത്തിലൂടെ എല്ലാം നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്താലും ദൈവിക രഹസ്യങ്ങളിലേക്കും പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. എങ്കിൽ മാത്രമേ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിലൂടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക. തൻ്റെ ശാസനകൾ വഴി അവൾ അവനെ പരിശീലിപ്പിക്കുകയാണ്. അതിനുശേഷം നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിക്കൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 22 തൊട്ട് 32 വരെയുള്ള വചനത്തിൽ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തുകയാണ്. അപ്പോഴാണ് യാക്കോബ് മൽപ്പിടുത്തം നടത്തുന്നത്. രാത്രിയുടെ യാമങ്ങളിലാണ് യാക്കോബ് ഒറ്റയ്ക്കിരുന്ന് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി. എവിടെ വെച്ചാണ് യാക്കോബ് മൽപ്പിടുത്തം നടത്തുന്നത്? നദിക്കരയിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർന്ന് ദൈവരാജ്യത്തിലേക്ക് ഉള്ള തൻ്റെ സഹനങ്ങളിലൂടെ ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി അദ്ദേഹം ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി ജയിക്കുകയാണ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ എളിമപ്പെടുമ്പോൾ അവിടെ ദൈവരാജ്യം ഉയരുകയാണ്. അതാണ് അതിലൂടെ യാക്കോബിന് ഇസ്രായേൽ എന്ന് പേര് നൽകി ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവവുമായും ഈ മൽപ്പിടുത്തത്തിന് ശേഷമാണ് യാക്കോബ് തൻ്റെ സഹോദരനായ ഏസാവിനെ കണ്ടുമുട്ടുന്നത്. ഏസാവിനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു രമ്യതയുടെ ശുശ്രൂഷ നടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് രാത്രിയിൽ പ്രാർത്ഥനയുടെ വലിയ രഹസ്യം. അതുപോലെ നമ്മുടെ കർത്താവായ ഈശോ ലൂക്കായുടെ സുവിശേഷം 6 അധ്യായം 12 തിരുവചനത്തിൽ, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചിലവഴിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സമയത്തും ലൂക്കായുടെ സുവിശേഷം 22 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഗെത്സെമനിയിലെ പ്രാർത്ഥനയിൽ ഈശോ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ ഇരുന്ന് വിയർപ്പുകൾ രക്തത്തുള്ളികളായി വീഴത്തക്ക വിധം തൻ്റെ
പീഡാസഹനം ഏറ്റെടുക്കുവാൻ വേണ്ടി, പീഡാസഹനങ്ങൾ സഹിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നതിന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രാത്രിയിലിരുന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. കാരണം പിറ്റേ ദിവസത്തെ ഈശോയുടെ ശുശ്രൂഷയിൽ ഈശോയുടെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഈശോ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ്? രാത്രിയുടെ യാമങ്ങളിലിരുന്ന്. ഈ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യേക അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കപ്പെടുന്നുവെന്ന് വിറ്റബേർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രിയുടെ യാമങ്ങളിലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും കൂടുതൽ എളിമപ്പെടുവാനും നമ്മുടെ പാപങ്ങളിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ട് നമ്മളും രാത്രിയിൽ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ആ വലിയ കൃപാവരം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദറിൻ്റെ ആദ്യകാലങ്ങളിലെ ഒരു ആത്മീയ ഗുരുവിനെ പറ്റി ബ്രദർ പറയാറുണ്ട്. കോയമ്പത്തൂരിൽ റെവറൻ ഫാദർ റിബല്ലോയുടെ ഒരു ധ്യാനം കൂടാൻ ബ്രദർ പോയി. ആ ധ്യാനത്തിൽ ബ്രദറിന് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും അതുപോലെ തന്നെ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തി കിട്ടുകയും ചെയ്തു. ആ ധ്യാനത്തിലൂടെ ബ്രദർ റെവറൻ ഫാദർ റിബല്ലോയെ തൻ്റെ ആത്മീയ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്. അദ്ദേഹം വിക്ടബറിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, 2 പത്രോസ് 1:10-11 തിരുവചനത്തിൽ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകുകയില്ല. ആ വചനത്തിലൂടെ ബ്രദർ കൂടുതൽ ശക്തി പ്രാപിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഗോഡ് ഹാസ് ഗിവൺ യു എ സ്പെഷ്യൽ കോൾ. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. കർത്താവിൻ്റെ കൃപയിലേക്ക് ശക്തിപ്പെടണമെന്ന് അദ്ദേഹം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ബ്രദർ നയിച്ച ആദ്യത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. 18 മാസത്തിലുള്ള ബ്രദറിൻ്റെ പ്രാർത്ഥനയും ഈശോയുടെ കൂടെ ആയിരുന്നു. ദൈവിക ശക്തിയാലും വചനത്തിലാലും ഈശോ നിറച്ചതിന് ശേഷം ബ്രദർ ആദ്യമായി ഒരു കടൽപ്പുറത്ത് ഈശോയെ കൊടുക്കാൻ പോവുകയാണ്. 2 സിസ്റ്റേഴ്സിൻ്റെ നിർബന്ധത്തിലൂടെയാണ് അദ്ദേഹം അവിടെ പ്രാർത്ഥനയ്ക്ക് പോയത്. അവിടെ കടൽപ്പുറത്ത് ചെന്നപ്പോൾ ബ്രദറിനെ കണ്ടപ്പോൾ അന്ധകാര ശക്തികൾ കൂടെയുള്ള വ്യക്തികൾ അലറിക്കൊണ്ട് പുറത്തു വരികയാണ്. ആദ്യമേ ബ്രദറിന് മനസ്സിലായില്ല ഇത് എന്താ സംഭവമെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനം ബ്രദറിനെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വിശുദ്ധി വരുമ്പോൾ, കർത്താവിൻ്റെ വചനം വരുമ്പോൾ ആദ്യം തിരിച്ചറിയുന്നത് പിശാചിനാണ് എന്ന് ബ്രദറിന് മനസ്സിലായി. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. പിശാചുക്കൾ യേശുവിനെ കണ്ടപ്പോൾ അലറിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, കർത്താവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും ദൈവം വസിക്കുന്ന സ്ഥലവും ആദ്യം തിരിച്ചറിയുന്നത് അന്ധകാര ശക്തികളാണ്. അങ്ങനെ ബന്ധനമുള്ളവരെല്ലാം താഴെ വീഴാൻ തുടങ്ങി. ആ സമയത്ത് ബ്രദർ കൈകൾ ഉയർത്തി ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി അവരെ എല്ലാം ആ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ബ്രദറിന് മനസ്സിലായത്, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ, ഈശോ നമ്മളിൽ വന്നതിൻ്റെ പുറമെയുള്ള ഒരു അടയാളമാണ് തിന്മയുടെ ശക്തികൾ താഴെ പോവുക. ദൈവകരങ്ങൾ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഈശോ പറയാണ്, ദൈവകരങ്ങൾ കൊണ്ടാണ്, ആ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് പുറത്താക്കുവാൻ ദൈവം അനുവദിച്ചു. ഈശോ വന്നതിൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു അടയാളം. അതുപോലെ ഈശോ നമ്മളിൽ വന്നതിൻ്റെ ആന്തരിക അടയാളമാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ നമ്മളിൽ വന്നു കഴിയുമ്പോൾ അവിടെ സമാധാനമായിരിക്കും, നീതി ഉണ്ടായിരിക്കും. ഈ നന്മകൾ നമ്മളിൽ വന്ന് നിറയുന്നതാണ് നമ്മുടെ ആന്തരികമായ സമാധാനം. ഈശോ നമ്മളിൽ വന്നതിൻ്റെ ഒരു അടയാളമാണ്. നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. ഈ ലോകത്തിലെ ഒരു വസ്തുക്കളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. അതുപോലെ വിറ്റബേർ ബ്രദർ ഷാജിയുമായി ആദ്യമായി കണ്ടുമുട്ടിയ ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ബ്രദർ ചുള്ളിക്കൽ ഒരു കൺവെൻഷന് പോയപ്പോൾ നായ്ക്കുംപറമ്പിൽ അച്ഛൻ നടത്തുന്ന കൺവെൻഷനായിരുന്നു. ആ സമയങ്ങളിൽ ബ്രദറിന് കിട്ടിയ ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയുമായിട്ട് മറ്റ് വോളണ്ടിയേഴ്സ് കൊണ്ടുവരികയാണ്. സ്ത്രീയെ വചനം ശ്രവിച്ചപ്പോൾ അവരിൽ നിന്ന് തിന്മയുടെ ശക്തി പുറത്ത് വന്നതാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞാണ് ആ സ്ത്രീയെ അവർ പുറത്തേക്ക് വലിച്ചിഴിച്ചുകൊണ്ട് വരിക. സമയത്ത് ബ്രദർ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങി വരികയാണ്. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് പ്രേസ് ചെയ്യാൻ ആരെയും കാണായാൽ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന
ഒരു കൊച്ചു യുവാവിനെ ബ്രദർ കണ്ടുമുട്ടുകയാണ്. വിറ്റുപേർ അദ്ദേഹത്തെ വിളിച്ചു ഒന്ന് കൂടെ നിന്ന് പ്രൈസ് ചെയ്യാൻ. ഈ യുവാവ് പറയുകയാണ്, എനിക്ക് സ്തുതിക്കാൻ അറിയില്ല. എങ്കിലും ബ്രദർ പറഞ്ഞു, ദൈവത്തെ പൂർണ്ണമായിട്ട് മഹത്വപ്പെടുത്തുക. അങ്ങനെ ഷാജി ബ്രദർ ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ഷാജി ബ്രദറിന് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ. അങ്ങനെ ഈ സ്ത്രീയിൽ നിന്ന് ഈ പിശാച് പരിപൂർണമായിട്ട് വിട്ടുപോയി, അവർ പരിപൂർണമായിട്ട് റിലീസാകുവാണ്. അങ്ങനെയാണ് ബ്രദർ ഷാജിയും ബ്രദർ വിക്ടറുമായി ആദ്യമായി കണ്ടുമുട്ടുന്നത്. അതിനുശേഷം അവർ പിരിയുന്നതിന് മുമ്പ് ചെറിയൊരു പേപ്പറിൽ ഒരു അഡ്രസ്സ് എഴുതി ഷാജി ബ്രദറിന് വിറ്റുപേർ കൊടുക്കുകയാണ്. ആ ഒരു കുഞ്ഞ് അഡ്രസ്സിലൂടെയാണ് അദ്ദേഹം പിന്നീട് ബ്രദറുമായി കണ്ടുമുട്ടുന്നതും അവരുടെ ആത്മീയ ബന്ധം വളരെ ശക്തമായി തീർന്നതും അതിലൂടെ ദൈവിക പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വാതിൽ തുറക്കുകയായിരുന്നു എന്ന് ബ്രദർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ദൈവിക ശക്തിയെക്കുറിച്ചും പ്രാർത്ഥനയുടെ രഹസ്യങ്ങളെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിക്കുവിൻ എന്നും വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 11 പറയുന്നുണ്ട്. അതുപോലെ അനേകം വിശുദ്ധരെ നമുക്ക് ഇന്ന് സഭ തന്നിട്ടുണ്ട്. ഈ വിശുദ്ധർ ഉണ്ടാകുന്നത് ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ അവർ ഒറ്റയ്ക്ക് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയതും അതിൽ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വളരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 28-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ നാമം വഹിച്ച ഒരു ധീര മഹാത്മാവാണ് വിറ്റുപേർ. അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമുക്കും കർത്താവിൻ്റെ വിശുദ്ധിയിൽ കൂടുതൽ വളരുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ കന്യാമറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.